ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാക്കുറ ബച്ചയുടെ 27 മുതൽ 30 വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ സീരീസിന് സപ്പോർട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇതേപോലെ തന്നെ അല്ല, ഇതിലും ഗംഭീരമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും അതേപോലെ തന്നെ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ലേലം കൃത്യം 12 മണിക്ക് തന്നെ തുടങ്ങും. 12 മണിയാവാൻ ഇനിയും കുറച്ച് മിനിറ്റുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എൻഡൻ ഇവർക്ക് ചിഹിരോ കൈമാറിയിട്ട് ഇപ്പൊ 5 ദിവസങ്ങൾ കഴിഞ്ഞു. അവനും ടീമും എന്തായിരിക്കും പ്ലാൻ ഇട്ടിരിക്കുക നമ്മുടെ ക്യോര ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അതിനെ എല്ലാം ഫേസ് ചെയ്യാനായിട്ട് അവർ റെഡി ആവുകയാണ്. ഇപ്പൊ അവിടെ കാവല് നിൽക്കുന്ന ഒരു മന്ത്രവാദി ആരോടോ ഈ ലേലത്തെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. അതായത് ഈ ലേലത്തിൽ പങ്കെടുക്കുന്നത് അണ്ടർവേൾഡിലെ വലിയ കൊമ്പന്മാരാണ്. അവരുടെ ബോഡി ഗാർഡ്സ് ആയിട്ട് കുറച്ച് മന്ത്രവാദികളും കാണും. സെക്യൂരിറ്റി ഇവിടെ എല്ലാ കൊല്ലവും ഇത്രയൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ അണ്ടർഗ്രൗണ്ടിലുള്ള ഫ്ലോറിന്റെ സെക്യൂരിറ്റി പൂർണ്ണമായിട്ടും സസനാമി ക്ലാനിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ലേലത്തിന് വന്നിരിക്കുന്ന ഓരോ പാർട്ടിയുടെയും കൂടെയുള്ള 3 ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. ബാക്കി മന്ത്രവാദികളൊക്കെ ഇങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ മുകളിലത്തെ ഫ്ലോറുകളിലും ചുറ്റുമൊക്കെ ആയിട്ട് കാവല് നിൽക്കും. ഈ വർഷം ഈ മന്ത്രവാദികളുടെ എല്ലാം കയ്യിൽ ഒരു ബൗണ്ടി പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിഹിരോയുടെ മുഖത്തിന്റെ ഇടത്തെ ഭാഗത്ത് ഒരു തഴമ്പുണ്ട്, അതേപോലെ തന്നെ വലത്തെ കൈ ഇല്ല, പിന്നെ ഉയരം, ചിഹിരോയുടെ ഒരു ചിത്രം, ഇങ്ങനെയുള്ളതെല്ലാം ആ ബൗണ്ടി പോസ്റ്ററിലുണ്ട്. ഇവനെ ആര് കൊല്ലുന്നോ അയാൾക്ക് 50 മില്യൺ yen ആണ് സമ്മാനം. ഇപ്പൊ ഈ ഇമേജ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ മന്ത്രവാദി ഈ കാര്യങ്ങളെല്ലാം ബ്രീഫ് ചെയ്യുന്നത് നമ്മുടെ ഷിബയുടെ അടുത്താണ്. ഇപ്പോ എന്റെ കയ്യിലിരുന്ന ബൗണ്ടി പോസ്റ്റർ കളഞ്ഞു പോയി എന്നൊക്കെ ഷിബ ഇയാളോട് പറയുന്നുണ്ട്. അതേപോലെ ഈ ചിഹിരോ എന്ന് പറയുന്ന ചെക്കനെ കൊന്നു കഴിഞ്ഞാൽ എൻഡന്റെ മുകളിലുള്ള ലൈഫ് ടൈം കോൺട്രാക്ട് എൻഡ് ആവും. സോ അത് പിന്നെ വേറൊരാൾക്ക് ഫുൾ പൊട്ടൻഷ്യലിൽ യൂസ് ചെയ്യാം. അങ്ങനെ സംഭവിച്ചാൽ ഈ ലേലത്തിൽ അതിന്റെ വിലയും കൂടുമായിരിക്കും അല്ലേ എന്ന് ഷിബ ഇപ്പൊ ഇയാളോട് ചോദിക്കുന്നുണ്ട്. ഇയാൾ പറയുന്നു, ആവോ നമുക്ക് നോക്കാം. റാക്കുസായിച്ചി നടക്കുന്ന ടൈമിൽ ഈ സിറ്റി ഉറങ്ങിയതുപോലെയാണെന്ന് അയാൾ പറയുന്നു. കാര്യം യാക്കൂസ മെമ്പേഴ്സ് മന്ത്രവാദികള് മൊത്തം ഒരു ഈവിൾ പരിപാടിയല്ലേ. അതുകൊണ്ട് തന്നെ ഒരുത്തനും ഇതിന്റെ 7 അയലത്തേക്ക് അടുക്കാറില്ല. സോ ഇവിടെ കാവല് നിൽക്കുന്നവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവാറില്ല എന്ന് അയാൾ പറയുന്നു. അതേപോലെ ഈ മന്ത്രവാദി പറയുന്നുണ്ട്, ഈ എൻഡൻ എങ്ങനെയാണാവോ സസനാമി ക്ലാനിന്റെ കയ്യിൽ കിട്ടിയത്? എന്തായാലും വാൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ ആ ചിഹിരോയുടെ കയ്യിൽ ആയുധമൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അവൻ വരാൻ പോകുന്നില്ല. ഇനിയിപ്പോ വന്നാലും അവൻ ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ലെന്നും ഇയാൾ പറയുന്നു. ഇപ്പൊ ഒരു കൊച്ചു ചെറുക്കൻ ഇങ്ങനെ സൂപ്പർ ഹീറോയെ പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. ഒരു ഇടിമിന്നലിന്റെ പടമുള്ള ഹെൽമെറ്റ് ഒക്കെ അവൻ വെച്ചിട്ടുണ്ട്. അവനിപ്പോ ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്, എന്റെ പേര് മിസ്റ്റർ ഇനാസുമ, ദുഷ്ടർക്ക് നേരെ നീതിയുടെ ഇടിമിന്നൽ വീശാനായിട്ട് വന്നവനാണ് ഞാൻ. ശരിക്കും ഈ കൊച്ചിയർക്കന്റെ പേര് യു എന്നാണ്. അവന്റെ ചേച്ചി ഇപ്പൊ അവനോട് സംസാരിക്കുന്ന ഒരു മെമ്മറി നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവൻ ഇടിമിന്നൽ എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. സോ ഇപ്പൊ പേടിക്കണ്ട, നിന്റെ ചേച്ചി പ്രൊട്ടക്ട് ചെയ്തോളാം എന്നൊക്കെ അവർ പറയുന്ന ഒരു മെമ്മറിയാണത്. ഇവനിപ്പോ ഇവന്റെ ഡയറിയിൽ എഴുതുന്നത്, എനിക്കിനി ഒന്നിനെയും പേടിയില്ല, ഈവിളായിട്ടുള്ളവരുടെ മാളത്തിലേക്ക് തന്നെ കയറി ചെല്ലുന്ന ഒരു സൂപ്പർ ഹീറോയാണ് ഞാൻ ഇന്ന് ഞാൻ തെളിയിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ ചെക്കൻ നേരെ കയറി ചെല്ലുന്നത് റാക്കുസായിച്ചി നടക്കുന്നിടത്തേക്കാണ് ഗൈസ്. ഇപ്പോ ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന കാവൽക്കാർ ഈ ചെക്കനെ കാണുന്നുണ്ട്. പക്ഷെ അവരവനെ തടഞ്ഞു നിർത്തുന്നൊന്നുമില്ല. നേരെ ഒരുത്തൻ അകത്ത് നിൽക്കുന്ന കാവൽക്കാർക്ക് മെസ്സേജ് കൊടുക്കുകയാണ്. അതായത് ഒരുത്തൻ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അലേർട്ടായിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അകത്ത് നിൽക്കുന്ന കാവൽക്കാരാണെങ്കിൽ, എടാ കൊച്ചിയർക്ക നീ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇവനെ അപ്പൊ തന്നെ തൂക്കുന്നുണ്ട്. ഇപ്പൊ ഇവൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്റെ ചേച്ചിയെ നിങ്ങൾ ഇവിടെ ലേലത്തിന് വെച്ചിട്ടുണ്ട്, മര്യാദക്ക് എന്റെ ചേച്ചിയെ വിടുന്ന്. ഇവന്മാരാണെങ്കിൽ ഇപ്പൊ ഈ പയ്യനെ കളിയാക്കുകയാണ്. നിന്റെ ചേച്ചിയെ ലേലത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പോയി കുറച്ച് കാശും കൊണ്ട് വാടാ, 5 ലക്ഷം രൂപ എന്നാ നിന്റെ ചേച്ചിയെ ആരാ വാങ്ങിക്കൊണ്ട് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ഒരുത്തൻ പറയുന്നു. ഇപ്പൊ ഇതൊക്കെ കേട്ട് അവന്റെ ചേച്ചിയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ആകെ ദേഷ്യം വന്ന യു ആണെങ്കിൽ ഇപ്പൊ ഒരു കത്തി എടുത്തിട്ട് അവനെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഗാർഡിന്റെ കയ്യിൽ കുത്തുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പൊ ആകെ കലിപ്പായി. കാര്യം ആ ഗേറ്റിന്റെ മുമ്പിലുള്ള ഗാർഡ്സ് ആണെങ്കിൽ പണി നേരെ ചെയ്യാത്തതുകൊണ്ടല്ലേ ഈ ചെക്കൻ കയറി വന്നത്. അപ്പൊ ഈ കൊച്ചിയർക്കനെ ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ട് അടുത്തത് നിന്റെയൊക്കെ ഊഴാടാന്ന് ഇവൻ ആ ഗാർഡ്സിനോട് പറയുന്നുണ്ട്. പക്ഷെ അവന്മാരിപ്പോ റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാര്യം അവന്മാരവിടെ ചത്ത് കിടക്കുകയാണ്. ഒരാളിപ്പോ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. ഉറപ്പായിട്ടും ചിഹിരോ ആയിരിക്കുമല്ലോ. ഇപ്പൊ മുകളിൽ ഷിബയോട് സംസാരിച്ചുകൊണ്ടിരുന്ന മന്ത്രവാദി പറയുന്നുണ്ട്, ദേ ആ വരുന്നവന്റെ മുഖത്ത് തഴമ്പില്ലേ? ശിവ ഇപ്പൊ ഇയാളോട് പറയുന്നുണ്ട്, അത് ചിഹിരോ ഒന്നുമല്ല, ശ്രദ്ധിച്ചു നോക്ക്, ഈ വരുന്നവന് 2 കൈയും ഉണ്ടല്ലോ. അപ്പൊ ഈ പൊട്ടം മന്ത്രവാദി ആണെങ്കിൽ ഇതങ്ങ് വിശ്വസിച്ചു. സോ പക്ഷെ 6 ചിഹിരോയുടെ കൈ റീജനറേറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോ 12 മണി ആയിട്ടില്ല. ചിഹിരോ ഇവര് പ്ലാൻ ചെയ്തതിന് മുമ്പേ പരിപാടികൾ തുടങ്ങി എന്ന് ശിവ ചിന്തിക്കുന്നുണ്ട്. താഴെ ഉണ്ടായ ബഹളങ്ങൾ കാരണമായിരിക്കണം ചിഹിരോ പെട്ടെന്ന് പരിപാടി തുടങ്ങിയതെന്ന് ശിവ ആലോചിക്കുന്നുണ്ട്. അതായത് ആ പയ്യൻ അപ്രതീക്ഷിതമായിട്ട് കയറി വന്നല്ലോ. ഇപ്പോ പ്ലാൻ പ്രകാരം പെട്ടെന്ന് താഴെ പോയി ലൈറ്റ് ഓഫ് ചെയ്യണം, ചിഹിരോയെ ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഷിബ അവിടുന്ന് പോവാണ്. മറ്റേ മന്ത്രവാദി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, താനിത് എങ്ങോട്ടേക്കാ പോന്നേ? അല്ല ഇപ്പൊ ആരെ ഹെൽപ്പ് ചെയ്യണമെന്നാ പറഞ്ഞേ? അതൊന്നുമില്ല, ഞാൻ പിന്നെ പറയാം. പിന്നെ തന്ന ഇൻഫർമേഷൻ ഒക്കെ നന്ദിയുണ്ട് കേട്ടോ. ഷിബ ഇപ്പൊ താഴേക്ക് നോക്കുമ്പോ ആ കൊച്ചു പയ്യനെ ഗാർഡ്സ് പിടിച്ചു വെച്ചേക്കുന്നത് കാണാം. അവനിപ്പോ അവന്റെ ചേച്ചിയെ പറ്റി ആലോചിക്കുകയാണ്. ഇവൻ ഇടിമിന്നലിനെയൊക്കെ പേടിച്ചിരിക്കുമ്പോ അവന്റെ ചേച്ചി ഒന്ന് ഇവനോട് പറയുമായിരുന്നു, എടാ നീ പേടിക്കണ്ട, ഇടിമിന്നൽ ഒരിക്കലും നല്ല കുട്ടികളുടെ മേൽ അടിക്കില്ല, അത് ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. ഇപ്പൊ ഈ ചെക്കനാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ എന്റെ
എന്റെ ചേച്ചി എന്തായാലും ഇവിടുന്ന് രക്ഷിക്കും. എന്റെ പേര് മിസ്റ്റർ ഇനാസുമ എന്നാണ്. ഞാൻ ദുഷ്ടരായിട്ടുള്ളവരുടെ മേൽ ഇടിമിന്നലിന്റെ പ്രഹരം ഏൽപ്പിക്കുമെന്നൊക്കെ. ഇപ്പൊ ഈ ഗാർഡാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അവന്റെ മേലെ കുത്തിയിരിക്കുന്ന കത്തി വലിച്ചൂരിയിട്ട് ഈ പയ്യനെ കുത്താൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ പെട്ടെന്ന് അവന്റെ കൈ വെട്ടി എരിഞ്ഞിട്ട് ആ കയ്യിലിരുന്ന ഇനാസുമയും പിടിച്ചോണ്ട് നമ്മുടെ ചിഹിരോ അവിടുന്ന് ജമ്പ് ചെയ്ത് മാറുന്നുണ്ട്. വെൽ ഡൺ ഇനാസുമ എന്ന് ഇപ്പൊ അവൻ പറയുന്നുണ്ട്. ഇപ്പൊ ആ ചെക്കൻ പറയുന്നുണ്ട് വെറും ഇനാസുമയല്ല മിസ്റ്റർ ഇനാസുമ. ഉടനെ ചിഹിരോ പറയാണ് ഓക്കെ വെൽ ഡൺ മിസ്റ്റർ ഇനാസുമ. ചിഹിരോയെ ഇപ്പൊ കണ്ടു ആ ഗാർഡ്സ് ഇങ്ങനെ പറയുന്നുണ്ട് ദേ ആ മുഖത്തെ തഴമ്പ് ഇത് അവനാണ് ചിഹിരോ റോക്കുഹിര. ഇനി അങ്ങോട്ടുള്ള കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് ഇനാസുമ എടുത്ത് ചിഹിരോ പറയുന്നുണ്ട്. ഇപ്പൊ ഉടനെ മുകളിലെ ആ ഷാൻഡലർ മറിഞ്ഞ് താഴേക്ക് വീണ് അവിടെ ഫുള്ള് പവർ ഓഫ് ആവുന്നുണ്ട് നമ്മുടെ ഷിബയുടെ പരിപാടി. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അവന്റെ കയ്യിലിരിക്കുന്ന ഒരു എൻചാന്റഡ് ബ്ലേഡ് ഒന്നും അല്ല, സാധാ വാളാണ്. അവനെ കൊന്ന 50 മില്യൺ യെന്നാണ് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിപ്പോ ഇരുട്ടത്ത് കിടന്ന് ഗാർഡ്സ് ആകെ ബഹളം. ഇപ്പോ 12 മണിയാവാൻ പോകുന്നു. ലേലം തുടങ്ങുന്ന കാര്യം അനൗൺസ് ചെയ്യാനായിട്ട് ക്യോര സ്റ്റേജിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ചിഹിരോയും ഷിബയും കൂടെ നടത്തിയ പ്ലാനിങ്ങിലെ ഒരു സീൻ നമ്മളെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഗാർഡ്സിന്റെ കാര്യമൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് ചിഹിരോ പറയുന്നു. നീ അപ്പൊ ഇത് ചെയ്യാൻ പോവാണ് ഉറപ്പാണല്ലോ എന്ന് ഇപ്പൊ ഷിബ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്റെ തോളിൽ എടുത്തു വെക്കാമെന്ന് ഞാൻ മുമ്പേ മൈൻഡ് സെറ്റ് ചെയ്തതാണെന്ന് ചിഹിരോ പറയുന്നു. ഇപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ചിഹിരോയുടെ കയ്യിൽ ഇപ്പൊ ക്ലൗഡ് ഗൗജർ ഉണ്ട്. അവൻ അവിടെ ആ ഇരുട്ടത്ത് നിന്നിട്ട് മെയ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോ കാണാം. സോ ആ പൊട്ടിയ ക്ലൗഡ് ഗൗജർ ഇവർ റെഡിയാക്കി എടുത്തു ഗൈസ്. സോജോ മരിച്ചതോടുകൂടി ലൈഫ് ടൈം കോൺട്രാക്റ്റും ചിഹിരോയ്ക്ക് സെറ്റായി. അങ്ങനെ മണി കൃത്യം 12 208ാമത് റാക്കുസായിച്ചി ലേലം ഇതാ ഇവിടെ തുടങ്ങുന്നു എന്ന് ക്യോരയും അനൗൺസ് ചെയ്യുന്നു. കൃത്യം 12 മണിക്ക് അയാൾ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മളുടെ ഓപ്പറേഷൻ തുടങ്ങുമെന്ന് ചിഹിരോ ഷിബയോട് പറഞ്ഞിരുന്നു. നമ്മളെ ഇപ്പൊ കുറച്ച് ബാക്കിലോട്ട്, അതായത് നവംബർ 4 സംഭവങ്ങളാണ് കാണിക്കുന്നത്. സ്റ്റോർ ഹൗസ് നിരീക്ഷിച്ചിട്ട് അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ ചിഹിരോ ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുകയാണ്. ചിഹിരോ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അതൊരു സബ് സ്പേസ് ആയതുകൊണ്ടാവാം അവിടെ ഒരുപാട് നേരം കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നവൻ പറയുന്നു. അപ്പൊ അതൊരു സബ് സ്പേസ് ആണെന്ന് നീ ഉറപ്പിച്ചോ എന്ന് ഷിബ ചോദിക്കുന്നുണ്ട്. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ പറയുന്നത് ക്യോര പറഞ്ഞതുപോലെ അതൊരു സബ് സ്പേസ് തന്നെ ആയിരിക്കുമെന്നാണ്. കാര്യം റിയൽ വേൾഡിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവാൻ യാതൊരു വഴിയില്ല. കാര്യം അതിന്റെ സ്ട്രക്ചർ വളരെ ഡിഫറെന്റ് ആണ്. ചുമ്മാ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് കിടക്കുകയാണ്. നമ്മുടെ ആ ഇൻഫിനിറ്റി കാസ്റ്റിൽ കാണുന്ന പോലൊക്കെ ഉണ്ട്. റിയൽ വേൾഡിലുള്ള സ്ഥലമായിരുന്നെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് ടെലിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഐറ്റം ഇങ്ങ് എടുത്തോണ്ട് വരായിരുന്നു എന്ന് ഇപ്പൊ ശിവ പറയുന്നുണ്ട്. ഹാക്കുരിയെ നോക്കുകയാണെങ്കിൽ അവനിപ്പോ ഷാറിന്റെ ഹിനാവോയുടെയും കൂടി ഏറുപന്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹാക്കുരിയെ ഇപ്പൊ അടുത്തേക്ക് വിളിച്ചിട്ട് ചിഹിരോ ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ ലീഡർ ആകുന്നതിന് മുമ്പ് ആരായിരുന്നു സസനാമി ക്ലാനിന്റെ ലീഡർ? ആ ലീഡർഷിപ്പ് പാസ് ചെയ്യുന്ന ടൈമിൽ നീ ഉണ്ടായിരുന്നോന്ന്. ഇപ്പൊ ഈ ഹാക്കുരിയുടെ മുത്തച്ഛൻ അസുഖം വന്ന് പുള്ളി റിട്ടയർ ആയതിനു ശേഷമാണ് അവന്റെ അച്ഛൻ ആ സ്ഥാനത്തേക്ക് വന്നതെന്ന് ഹാക്കുരി പറയുന്നു. അപ്പോ ക്യോര പറഞ്ഞതനുസരിച്ച് ലീഡറിനാണല്ലോ ഈ സ്റ്റോർ ഹൗസിന്റെ അതോറിറ്റി. അപ്പൊ അതെങ്ങനെയായിരിക്കും ഇവർ കൈമാറുക എന്ന് ചിഹിരോ ചോദിക്കുന്നുണ്ട്. ഇപ്പോ സസനാമി ക്ലാനിന് അണ്ടർഗ്രൗണ്ടിൽ ഒരു സെമിത്തേരി ഉണ്ട്. അത് കുറച്ച് സേക്രഡ് ആയിട്ടുള്ള പവേഴ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ വെച്ചൊരു ഫംഗ്ഷൻ നടത്തിയാണ് ഈ ലീഡർഷിപ്പ് കൈമാറുന്നതെന്ന് ഇപ്പൊ ഹാക്കുരി പറയുന്നുണ്ട്. പക്ഷേ ആ ഫംഗ്ഷന് വെറും 2 പേരെ പങ്കെടുക്കൂ, അതായത് ഇപ്പോഴത്തെ ലീഡറും ഇനി ലീഡർ ആകാൻ പോകുന്ന ആളും. അതുകൊണ്ട് അവിടെ വെച്ച് എന്താണ് നടക്കുന്നതെന്നൊന്നും ഹാക്കുരിക്ക് പിടിയില്ല. അപ്പോൾ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് കണ്ടുപിടിച്ച് നമുക്ക് ആ സ്റ്റോർ ഹൗസിന്റെ ആക്സസ് ഹാക്കുരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും എന്ന് ഷിബ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പ്ലാൻ ലോജിക്കലി കറക്റ്റ് ആണെങ്കിലും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു പ്ലാനാണ്. ചിഹിരോ ഒക്കെ വിചാരിച്ചിരുന്നത് ക്യോര പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ഹൗസിന്റെ ആക്സസ് അടുത്ത തലമുറയിലെ ഒരാളിലേക്ക് ഷിഫ്റ്റ് ആകുമെന്നാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണം എന്നാണെങ്കിൽ ആ ഊഹം തെറ്റായിരുന്നല്ലോ. സോ അപ്പൊ ക്യോര പറഞ്ഞതെല്ലാം സത്യം തന്നെ ആയിരുന്നോ എന്ന് ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. ഇനി നമ്മളെ കാണിക്കുന്നത് നവംബർ 6 ആണ്. സ്റ്റോർ ഹൗസിലെ ചിഹിരോ ഒരു പ്രത്യേക തരം ഡോർ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. അതൊരു റൂമിലേക്കുള്ള ഡോറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയോ ഒന്നുമല്ല. അതേപോലെ അത് ലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു ഐറ്റം ആണെന്നും ചിഹിരോയ്ക്ക് ഉറപ്പില്ല. കാര്യം ലേലത്തിന് വെച്ചിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം ഓരോ കേസുകളിലാണ് വെച്ചിരിക്കുന്നത്. ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത് കുറച്ച് ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ആ ഫൈറ്റിനിടയ്ക്ക് ടോവിന് ക്യോര സമ്മൺ ചെയ്ത് കൊടുത്ത ആയുധങ്ങളുണ്ടല്ലോ, അതുപോലെ കുറച്ച് ആയുധങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ ഡോറിന്റെ കാര്യം വിയേർഡാണല്ലോ. ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും ആ ഡോർ, പുറത്തേക്കും അകത്തേക്കും പോകാൻ വേണ്ടിയുള്ള ഒരു വഴി എന്ന് ശിവ പറയുന്നുണ്ട്. പക്ഷേ അതിനും സാധ്യതയില്ല. കാര്യം ചിഹിരോ നിരീക്ഷിച്ചത് വെച്ചിട്ട് സ്റ്റോർ ഹൗസിൽ ലേലം ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സസനാമിയിലെ ആൾക്കാര് ആ ഡോർ വഴിയല്ല വന്നു പോകുന്നത്. അവര് ജസ്റ്റ് ഇങ്ങനെ ടെലിപ്പോർട്ടായി വരുന്നു പോകുന്നു. ഇത് നമ്മൾ ആ ഫൈറ്റിൽ കണ്ട പോലെ ക്യോര ആയുധങ്ങൾ സമ്മൺ ചെയ്യുന്നത് പോലെയാണ് ആൾക്കാരെ സ്റ്റോർ ഹൗസിനകത്തേക്കും പുറത്തേക്കും കയറ്റി വിടുന്നത്. അപ്പോ ആരും ഉപയോഗിക്കാത്ത വിയേർഡായിട്ടുള്ള ഒരു ഡോർ, അതൊരു എമർജൻസി ഡോർ ആയിക്കൂടെ? അപ്പൊ ഇവരുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യോര മരിച്ചാൽ സ്റ്റോർ ഹൗസ് ഇല്ലാതാകുമെന്നാണല്ലോ അയാൾ പറഞ്ഞിരുന്നത്. അങ്ങനെ ആയിരിക്കില്ല. ഫംഗ്ഷൻ നടത്തി ലീഡർഷിപ്പ് കൈമാറുന്നതിന് മുമ്പേ ക്യോര മരിച്ചു കഴിഞ്ഞാൽ സ്റ്റോർ ഹൗസ് പിന്നെ മറ്റാർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാകും. സോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ക്യോരയുടെ സഹായം ഇല്ലാതെ തന്നെ സ്റ്റോർ ഹൗസിലെ സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എമർജൻസി ഡോർ ആയിക്കൂടെ അത്. അപ്പോൾ അങ്ങനെ ഒരു ഡോർ റിയൽ വേൾഡിൽ ഉണ്ടാകണം, എങ്കിലേ നമ്മുടെ തിയറി കൺവിൻസിങ് ആകൂ എന്ന് ശിവ പറയുന്നുണ്ട്. ഇപ്പോൾ ഷാറിന്റെ ഹിനാവോയുടെയും കൂടി ഇരുന്ന് അവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന
ഹാക്കുരിയെ ചിഹിരോ വിളിച്ചിട്ട് ആ ഡോറിന്റെ പടം പെട്ടെന്നൊന്ന് വരച്ചിട്ട് ഈ ടൈപ്പ് ഒരു ഡോർ നീ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇപ്പൊ അവൻ ആ ഡോറിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഡോറിൽ കൊത്തി വെച്ചിരിക്കുന്ന ചിഹ്നം അത് പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് എന്തോ ഹാക്കുരി ഓർത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്രസന്റ് ടൈമാണ് കാണിക്കുന്നത്. ലേലം നടക്കുന്ന ആ ബിൽഡിങ്ങിന് താഴത്തെ നിലയിലെ ഷാൻഡലർ പൊട്ടി വീഴുന്ന സൗണ്ട് ഹാളിൽ ഇരിക്കുന്നവർ കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിഹിരോ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ക്യോര മനസ്സിലാക്കുന്നു. എമർജൻസി ഡോർ ബ്രേക്ക് ചെയ്ത് സ്റ്റോർ ഹൗസിലേക്ക് കയറാമെന്ന് അവൻ ഫിഗർ ഔട്ട് ചെയ്ത് കാണുമെന്ന് ക്യോര ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. നമ്മളിപ്പോ ആ ഡോർ കാണിക്കുന്നുണ്ട്. അത് ഈ ലേലം നടക്കുന്ന ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് അവിടെ പുറത്തു നിന്നുള്ള അധികം പേരെ കാവല് നിർത്താതെ സസനാമി ക്ലാനിലുള്ളവർ തന്നെ അധികവും കാവല് നിൽക്കുന്നത്. അവിടെയാണ് ഹാക്കുരി പറഞ്ഞ സസനാമി ക്ലാനിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള സെമിത്തേരി. അതിന്റെ പേരാണ് നാഗിനോ ജോയൻ. ഇപ്പോ ചിഹിരോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഈ ലേലത്തിന് വന്നിരിക്കുന്ന ആൾക്കാർ അവരുടെ കൂടെയുള്ള ബോഡി ഗാർഡ്സിനെ ചിഹിരോയെ കൊല്ലാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 50 മില്യൺ yen ആണല്ലോ കിട്ടാൻ പോകുന്നത് ചിഹിരോയുടെ മേലുള്ള ബൗണ്ടി. ചിഹിരോ വന്നതിൽ ഇപ്പോ ക്യോരയ്ക്കും സന്തോഷമാണ്. കാര്യം അവനെ തട്ടിക്കഴിഞ്ഞാൽ എന്റെ മുകളിലുള്ള ലൈഫ് ടൈം കോൺട്രാക്ട് ബ്രേക്ക് ആവുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും ലൈഫ് ടൈം കോൺട്രാക്ട് നിലനിൽക്കുന്ന ഷിനുച്ചിയെക്കാളും വിലയ്ക്ക് എൻഡൻ ഇവിടുന്ന് വിറ്റ് പോകാൻ സാധ്യതയുണ്ടെന്ന് അയാൾ ചിന്തിക്കുന്നു. ഇപ്പോ പുറത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാറിലേക്ക് നമ്മുടെ ഷിബയാണെങ്കിൽ ആ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി വന്ന ചെറുക്കനുണ്ടല്ലോ മിസ്റ്റർ ഇനാസുമ, അവനെയും പിടിച്ചുകൊണ്ട് ടെലിപ്പോർട്ടായി വന്ന് കയറുന്നുണ്ട്. ഹിനാവോ നീ ചെക്കനെയും കൂടെ നോക്കിയരേന്ന് പുള്ളി പറയുന്നുണ്ട്. എന്നിട്ട് ഇവരിപ്പോ പ്ലാനിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. അതായത് ചിഹിരോ ഉള്ളിൽ കടന്നല്ലോ, ഇനിയിപ്പോ ഹാക്കുരിയെ കൊണ്ട് ഷിബ അകത്തേക്ക് പോകാൻ പോവാണ്. ഇപ്പൊ ഇതേ സമയം താഴെ ആ ബ്രേക്ക് ആയ ക്ലൗഡ് ഗൗജർ ചിഹിരോ യൂസ് ചെയ്യാൻ പോവാണ് ഗൈസ്. അതിപ്പോഴും ഒടിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചിഹിരോ മാറ്റി. അവനിപ്പോ ക്ലൗഡ് ഗൗജർ നമ്മുടെ സോറോ ചെയ്യുന്നത് പോലെ വായിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് മെയ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ മെയ്യുടെ പവറിൽ ഇടിമിന്നലിന്റെ വേഗത്തിൽ മൂവ് ചെയ്തിട്ട് കയ്യിലിരിക്കുന്ന ആ സാധാ വാളുകൊണ്ട് ഗാർഡ്സിനെയൊക്കെ വെട്ടി അരിയാണ്. ചിഹിരോ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇവന്മാർക്ക് അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ആ ലൈറ്റ് പോകുന്ന വഴി ടാർഗറ്റ് ചെയ്യുന്ന ഇവന്മാർ വിളിച്ചു പറയുന്നുണ്ട്. ചിഹിരോ അപ്പൊ എന്ത് ചെയ്തു, ആ കടിച്ചു പിടിച്ചിരിക്കുന്ന ക്ലൗഡ് ഗൗജർ മുന്നിലേക്ക് എറിഞ്ഞു. അപ്പൊ ആ ലൈറ്റിന്റെ സോഴ്സ് ടാർഗറ്റ് ചെയ്ത് പോകുന്നവന്മാരെ ബാക്കിൽ നിന്ന് വന്ന് അരിഞ്ഞു തള്ളും. ഇപ്പോ പെട്ടെന്ന് അവിടെ ലൈറ്റ് വന്നിരിക്കുകയാണ്. നോക്കുമ്പോ ആ ഷാൻഡലർ ഇപ്പൊ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ആ ലേലത്തിന് വന്നിരിക്കുന്നവരുടെ ബോഡി ഗാർഡ്സ് മന്ത്രവാദികളാണ്. അവന്മാരിപ്പോ ചിഹിരോയുടെ ആ സ്ട്രാറ്റജി കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ആ ക്ലൗഡ് ഗൗജർ ഇരയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഗാർഡ്സിനെ വെട്ടിയ പരിപാടിയെ. ഇപ്പോ ഈ വരുന്ന മന്ത്രവാദികൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ളവന്മാരാണെന്ന് ചിഹിരോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഉടനെ ഇപ്പൊ ആ ഫ്ലെയിം ബോൺ ഉപയോഗിച്ചിട്ട് ഗാർഡ്സിനെയൊക്കെ അടിച്ചു തെറിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹിയൂക്കി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഇപ്പോ ഷിനിച്ചി ലേലം വിളിച്ചെടുക്കാനായിട്ട് കമുനാബിയിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ടുപേരെ കാണിക്കുന്നുണ്ട്. അതിലെ പെണ്ണ് പറയുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ടെന്ന്. കൂടെ ഇരിക്കുന്നവനാണെങ്കിൽ പറയുന്നു നമ്മുടെ ജോലി എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ, ഷിനുച്ചി ലേലം വിളിച്ച് സ്വന്തമാക്കുക, എന്റെ ന്യൂമാർ ലേലത്തിന് കൊണ്ടുവെക്കും എന്ന് നമ്മൾ ചിന്തിച്ചതേ ഇല്ലല്ലോ. ഇപ്പൊ ആ പെണ്ണ് ചോദിക്കുന്നത് ഇവിടെ മനുഷ്യരെയും ലേലം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോ അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ എന്നാണ്. ഇവനാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട് നീ അങ്ങനെ ചിന്തിക്കാതെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ലല്ലോ, നമ്മളിപ്പോ നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് മാത്രം ചെയ്യുക. ഈ ഷിനുച്ചി എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ബ്ലേഡ് ആണ്. അത് മറ്റാരെങ്കിലും സ്വന്തമാക്കി കഴിഞ്ഞാൽ അവർ ഈ ലോകം തന്നെ നശിപ്പിക്കും. സോ നമ്മൾ അത് ഇവിടുന്ന് സ്വന്തമാക്കുന്നതിലൂടെ കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവനാണ് നമ്മൾ രക്ഷിക്കാൻ പോകുന്നത്. ഇപ്പോ താഴെ ഹ്യൂക്കി വന്നിരിക്കുന്നത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന മന്ത്രവാദികളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പെണ്ണ് ഏതാ, ഇനി ചിഹിരോയുടെ ഫ്രണ്ടും വല്ലോ ആണോ എന്ന്. ഇപ്പൊ നമ്മളെ വീണ്ടും ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഇങ്ങോട്ടേക്ക് കടക്കുന്നതിന് മുമ്പ് ചിഹിരോയും ഷിബയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ചിഹിരോയോട് ഇപ്പൊ ഷിബ ചോദിക്കുന്നുണ്ട് എന്നെ കൊണ്ട് ഈസി ആയിട്ട് നിന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, പിന്നെന്തിനാണ് നീ ഗാർഡ്സിനെയൊക്കെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ കൂടെ കയറി ചെല്ലാൻ പ്ലാൻ ഇടുന്നതെന്ന്. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട് എവിടെ ചെന്നാലും നമുക്ക് ഗാർഡ്സിനെ നേരിട്ടേ പറ്റുള്ളല്ലോ. അതുമാത്രമല്ല ആ ഫ്ലെയിം ബോണും കൊണ്ട് വരുന്ന പെണ്ണ് അതായത് ഹിയൂക്കി ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചിഹിരോയ്ക്ക് ഉറപ്പായിരുന്നു. അപ്പൊ അവളെ കണ്ടിട്ട് എനിക്കൊരു കാര്യമുണ്ടെന്ന് ചിഹിരോ പറയുന്നു. എന്ത് കാര്യം, അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണോ എന്ന് ഷിബ ചോദിക്കുമ്പോ ചിഹിരോ പറയുന്നുണ്ട് ഫൈറ്റ് ഒന്നും അല്ല, അവളുമായിട്ടൊന്ന് നെഗോഷിയേറ്റ് ചെയ്യാനാണെന്ന്. ഇപ്പോ വീണ്ടും പ്രസന്റിലേക്ക് വന്നിരിക്കുകയാണ്. ചിഹിരോയും ഹിയൂക്കിയും നേർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലുള്ള ഗാർഡ്സിനെ എല്ലാം ഫ്ലെയിം ബോണും കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഹിയൂക്കിയും ക്ലൗഡ് ഗൗജർ വെച്ച് എല്ലാവരെയും വെട്ടി തള്ളിക്കൊണ്ട് ഹിയൂക്കിക്ക് നേരെ ചിഹിരോയും പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും നേർക്ക് നേരെ വന്നിരിക്കുകയാണ്. ചിഹിരോ പറയുന്നുണ്ട് നമുക്കൊന്ന് സംസാരിക്കണം. ഹിയൂക്കി ഇപ്പൊ പറയുന്നുണ്ട് അത് ഞാൻ പറയേണ്ട ഡയലോഗാടാ നാറി. ഇപ്പൊ നോക്കിയാൽ അവിടെ ചുറ്റും ഗാർഡ്സ് ഒന്നുമില്ല, ഇവർ രണ്ടുപേരും മാത്രമായി. ഇത് സംഭവം നമ്മൾ മുമ്പ് കണ്ട ടാഫുക്കുവിന്റെ പവർ തന്നെയാണ്. റിയൽ വേൾഡിൽ നിന്ന് ഒരു സെപ്പറേറ്റ് റിലം പുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഗാർഡ്സിൽ ഒരാളെ ടാഫുക്കു ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ കോൺഷ്യസ് ആയിട്ടിരിക്കുന്നിടം വരെ ഈ സ്പെല്ല് ബ്രേക്ക് ആവാതെ ഇരിക്കും. അപ്പോൾ കഴിഞ്ഞ ഫൈറ്റിൽ ഹാക്കുരിയെ ആയിരുന്നു ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതാണ് ഹാക്കുരിയുടെ ബോധം പോയപ്പോൾ ഈ സ്പെല്ല് ബ്രേക്ക് ആയത്. ചിഹിരോയുടെ കയ്യിലിരിക്കുന്നത് ക്ലൗഡ് ഗൗജർ ആണെന്നും അത് ബ്രേക്ക് ആയി എന്ന് അവൻ പറഞ്ഞതപ്പോൾ സത്യമാണെന്നും ടാഫുക്കു നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിലും അത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പുള്ളി ചിന്തിക്കുന്നു. ഹിയൂക്കി ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട് നീ കാര്യങ്ങളെല്ലാം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി, എന്റെ ഇപ്പോ ഈ നാറുകളുടെ കയ്യിലായതുകൊണ്ട് തന്നെ നീ ചാകാതിരിക്കേണ്ടത് ഇപ്പൊ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
നിന്നെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. പ്രൊട്ടക്ട് ചെയ്യാനോ? അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യാനല്ലേ നിങ്ങൾ വന്നതെന്ന് ചിഹിരോ ചോദിക്കുന്നു. അതൊക്കെ നിന്റെ കയ്യിൽ പോലെ ഇരിക്കും, ഞങ്ങളുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഇപ്പൊ ഹിയുക്കി പറയുന്നു. അതേപോലെ ഈ നാറികൾക്ക് നീ എന്തിനാ എൻഡൻ കൈമാറിയതെന്നും അവൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോ സ്റ്റോർ ഹൗസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളും അതേപോലെ ആ ഐഡിയ വർക്കൗട്ട് ആയി എന്നുള്ളതും ചിഹിരോ ഇവളോട് പറയുന്നു. ഷിനുച്ചി ഇപ്പൊ ഈ സ്റ്റോർ ഹൗസിൽ ഉള്ളത് കൊണ്ട് അവിടുന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ ആവശ്യമാണെന്നും ചിഹിരോ പറയുന്നുണ്ട്. ഓ, നമ്മളപ്പോ ഒരു ടീം ആവണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ കമുനാബി ഈ ലേലത്തിൽ പങ്കെടുത്ത് ഷിനുച്ചി സ്വന്തമാക്കാൻ പോവാണ്. ഈ പൊട്ടി എന്തിനാണ് ഇപ്പൊ ഇത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയുന്നതെന്ന് ടാഫുക്കു ചിന്തിക്കുന്നുണ്ട്. സോ ഈ കാര്യം പറഞ്ഞ് ഹിയുക്കി കൗണ്ടർ ചെയ്തതുകൊണ്ട് തന്നെ ചിഹിരോ ഐഡിയ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. അതായത് ഇവരിവിടെ മനുഷ്യരെയും വിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനോടൊക്കെ നീ ഓക്കെ ആണോ എന്ന് അവൻ ഇവളോട് ചോദിക്കുന്നു. ആ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി വന്ന പയ്യൻ ഇനാസുമയുടെ കാര്യമൊക്കെ ചിഹിരോ ഇവളോട് പറയുന്നുണ്ട്. ഇപ്പോൾ ടാഫുക്കുവിന് അറിയാം ഹിയുക്കിക്കും അതിനോട് എതിർപ്പുണ്ട്. നമ്മളും കണ്ടതാണല്ലോ ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നിട്ട് റാക്കുസായിച്ചി ഇല്ലാതെയാക്കണം, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്നൊക്കെ അവൾ അവളുടെ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞു വാദിക്കുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അവൾക്ക് കമുനാബി പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ഇപ്പോ ചിഹിരോയ്ക്കും അറിയാം ഹിയുക്കി അത്രയ്ക്ക് ക്രൂരയൊന്നും അല്ലെന്ന്. അതുകൊണ്ട് അവൻ വീണ്ടും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പാവപ്പെട്ട മനുഷ്യരെ ഇവിടെ ഇവന്മാർ വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള യുവന്മാരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നിങ്ങൾ ആ ഷിനുച്ചി വാങ്ങാൻ പോവാണോ? അങ്ങനെ ഈ ലേലത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോവാണോ എന്നൊക്കെ ചിഹിരോ വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഹിയുക്കിയോട്. വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ നിന്റെ വശത്താക്കാൻ നോക്കണ്ട, ഒരു കാരണവശാലും നിനക്ക് ഷിനുച്ചി കിട്ടാൻ പോകുന്നില്ല എന്ന് ചിഹിരോയോട് ഇവള് പറയുന്നുണ്ട്. ഇപ്പോ ചിഹിരോയുടെ കയ്യിൽ ഈ വാളിരിക്കുന്നതും ഹിയുക്കിക്ക് ഇഷ്ടമല്ല. എന്നാൽ സസനാമി ക്ലാനുമായിട്ട് ഇപ്പൊ യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എന്ന് വിചാരിച്ചിട്ട് കമുനാബി ചെയ്യുന്ന ഈ പരിപാടി, അതായത് ഇവിടുന്ന് ഷിനുച്ചി പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് ഇട്ടിരിക്കുന്ന ഈ പ്ലാനിനോട് ഇവക്ക് താല്പര്യമില്ല. ഹിയുക്കി ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, കോപ്പ് എനിക്ക് മടുത്തു, എൻചാന്റഡ് ബ്ലേഡ്സ്, റാക്കുസായിച്ചി, ഈ നാറി ചിഹിരോ, ഇന്നത്തോടെ ഞാൻ ഇതെല്ലാം അവസാനിപ്പിക്കും. ഇത് മൊത്തം കൂടി ഇപ്പൊ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യാനാണ് ഹിയുക്കിയുടെ പ്ലാൻ. ഹിയുക്കി ഇപ്പോ ടാഫുക്കുവിന്റെ അടുത്ത് ഈ സ്പെല്ല് ബ്രേക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ടാഫുക്കു ഇപ്പൊ ചിഹിരോയോട് ചോദിക്കുന്നുണ്ട്, ഷിനുച്ചി യുവന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കാൻ നിന്റെ കയ്യിൽ പ്ലാൻ ഉണ്ടോ? ഉണ്ടെന്ന് ചിഹിരോയും പറയുന്നു. അതേപോലെ തന്നെ എന്റനും ഷിനുച്ചിയും തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നിന്നെയും കൂടെ തട്ടാനാണ് ഹിയുക്കിയുടെ പ്ലാൻ, അത് നിനക്കറിയാമല്ലോ എന്ന് ടാഫുക്കു അവനെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പൊ അതിൽ ചിഹിരോയ്ക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചിഹിരോ ടാഫുക്കുവിനോട് ചോദിക്കുന്നു. ഇപ്പോ ടാഫുക്കുവിന് എന്താ പ്രശ്നം? ഈ എൻചാന്റഡ് ബ്ലേഡ്സ് തിരിച്ചെടുത്തതിന് ശേഷം ചിഹിരോയെ ഹിയുക്കി കൊല്ലുകയാണെങ്കിൽ കമുനാബിയിലെ മേലുദ്യോഗസ്ഥർ ഹാപ്പി ആയിരിക്കുമെന്ന് അവൻ പറയുന്നു. ഓക്കെ, അപ്പൊ ആ ബ്ലേഡ്സ് തിരിച്ചെടുത്ത് ഈ ലേലം ഇന്നത്തോടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ടീം ആവുകയാണ്. ആ പിടിച്ചു വെച്ചിരിക്കുന്ന ഗാർഡിനെ അൺകോൺഷ്യസ് ആക്കിയിട്ട് ടാഫുക്കു ഇപ്പൊ ചിഹിരോയോട് പറയുന്നുണ്ട് ഓടിക്കുമെന്ന്. ഇപ്പൊ ആ റിയൽ വേൾഡിലേക്ക് ചിഹിരോ തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ഗാർഡ്സ് ആണെങ്കിൽ പറയുന്നുണ്ട്, ദേവം വീണ്ടും വന്നു, പിടിക്കവനെ. ഇപ്പോ നീയൊന്നും അവനെ തൊടാൻ പോകുന്നില്ലടാന്നും പറഞ്ഞിട്ട് ഹിയുക്കി ഗാർഡ്സിന് നേരെ ഫ്ലെയിം ബോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ അണ്ടർഗ്രൗണ്ടിലേക്ക് ആദ്യം തന്നെ ഞാൻ പോയി ടോവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് ഷിബ ചിഹിരോയോട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ റാക്കുസായിച്ചി നടക്കുന്ന ദിവസം ഈ ടോവിലെ 4 പേര് സ്റ്റേജിന്റെ 4 കോർണറുകളിലായിട്ടാണ് ഇരിക്കാറുള്ളത്. എപ്പോഴും ഇങ്ങോട്ടേക്ക് ആരെങ്കിലും ഒക്കെ നുഴഞ്ഞു കയറും. സോ അവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പക്ഷെ ഈ കൊല്ലം സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുന്നത് ക്യോര ഒറ്റയ്ക്കാണ്. അണ്ടർഗ്രൗണ്ടിലുള്ള സെമിത്തേരി ആയിട്ടുള്ള നാഗിനോ ജോയന് കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് ടോവിലുള്ള 4 പേരെയും ഈ കൊല്ലം ക്യോര അസൈൻ ചെയ്തിരിക്കുകയാണ്. ടോവിലെ 4 പേരും ഇപ്പൊ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വാതിലിന്റെ മുന്നിൽ കാവൽ നിൽക്കുകയാണ്. പുറത്തുനിന്ന് ഒരാൾക്ക് സ്റ്റോർ ഹൗസിലേക്ക് കടക്കാനുള്ള ഏക മാർഗമായിട്ടുള്ള ആ എമർജൻസി ഡോറ് ഈ സെമിത്തേരിക്കുള്ളിലാണെന്നുള്ള കാര്യം നമ്മൾ 4 പേർക്കും പിന്നെ അച്ഛനും മാത്രമേ അറിയൂ. പിന്നെ എന്ത് കാര്യത്തിനാണ് നമ്മളെ 4 പേരെ ഇതിന് കാവൽ നിർത്തിയിരിക്കുന്നത്? ഇങ്ങോട്ടേക്ക് ആര് നുഴഞ്ഞു കയറാനാണ് എന്നൊക്കെ ഒരുത്തൻ ചോദിക്കുന്നുണ്ട്. സോയയാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട് ചിഹിരോയെ ആയിരിക്കും അച്ഛൻ ഉദ്ദേശിക്കുന്നത്. ഹാക്കുരി ഇപ്പൊ അവരുടെ അടുത്തല്ലേ ഉള്ളത്. അവൻ ഈ വാതിലിനെ പറ്റി അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും അവന്റെ കയ്യിൽ നമ്മളെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അതുമല്ല, നമ്മൾ ചോദിച്ചപ്പോ തന്നെ എന്റെ നമുക്ക് അവൻ കൈമാറി. അവൻ ഒരുപക്ഷെ ഇനി ആ വാള് വെച്ച് സ്റ്റോർ ഹൗസ് നിരീക്ഷിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അവന് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പൊ ആദ്യം സംസാരിച്ചവൻ ചോദിക്കുന്നുണ്ട്, എന്നാ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ അടുത്ത് അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന്. സോയ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഇതെന്താ അതിനിപ്പോ മനസ്സിലാക്കാൻ ഇത്ര പാടെന്ന്. വേറൊരുത്തം പറയുന്നുണ്ട്, ചിഹിരോ വരികയാണെങ്കിലും അവൻ ഒറ്റയ്ക്കായിരിക്കില്ല വരുന്നത്, കൂടെ വേറെ ആൾക്കാർ കാണും. സോ ഔട്ട്സൈഡേഴ്സിൽ നിന്ന് നമ്മൾ ഈ ഡോർ പ്രൊട്ടക്ട് ചെയ്യുക, അത്ര തന്നെയെന്ന്. ചിഹിരോ താഴെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ടെന്നൊരു വിവരം കിട്ടിയെന്ന് ഒരാൾ പറയുന്നു. ഇത് കേട്ട മറ്റൊരുത്തൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഹാക്കുരിയും കൂടെ ഉണ്ടാവുമോന്ന്. അവനൊന്നും വരാൻ പോകുന്നില്ല, അവനൊരു കഴിവ് കേട്ട പേടിത്തൊണ്ടനല്ലേ. പക്ഷെ ആ മുടി വളർത്തിയ ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ളവൻ വരാൻ സാധ്യതയുണ്ട്, അവനെ സൂക്ഷിക്കണമെന്ന് ഇപ്പൊ അവര് പറയുന്നുണ്ട്. ഇപ്പൊ ആ പ്ലാനിങ്ങിന്റെ ടൈമിൽ ഹാക്കുരി നമ്മുടെ ഷിബയോടും ചിഹിരോയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അച്ഛനെക്കാട്ടിലും സ്മാർട്ടർ എന്റെ ചേട്ടനായിട്ടുള്ള സോയയാണെന്ന് അച്ഛൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു എന്ന്. ഷിബയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് അത് വിശ്വസിക്കുന്നില്ല. കാര്യം എന്റെ അനിയനെ താടാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകിയ ഒരു അവസ്ഥയിൽ പൊട്ടം കളിച്ചാണല്ലോ അന്ന് ഹാക്കുരിയെ പിടിക്കാൻ
പിടിക്കാൻ വന്ന ടൈമിൽ സോയ പെരുമാറിയത്. ഹാക്കുരി ഇപ്പൊ പറയുന്നുണ്ട്, ചേട്ടനെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാല് സോയയുടെ ഒരു വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാക്കുരിയാണ്. ഇപ്പൊ ഇവരുടെ പ്ലാൻ അനുസരിച്ച് ഷിബ ഒറ്റയ്ക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി ഇസോ ടെക്നിക് യൂസേഴ്സ് ആയിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് ആയ 4 പേരെ നേരിടുക എന്ന് പറയുന്നത് തന്നെ പാടുള്ള ഒരു പണിയാണ്. സോ അപ്പൊ ആ കൂട്ടത്തിൽ ഒരുത്തൻ ക്യോരയുടെ അത്രയും സ്മാർട്ടും കൂടാണെങ്കിൽ കഷ്ടപ്പാട് ഇരട്ടിയാവുകയേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ സോയയുടെ വീക്ക്നെസ് ഹാക്കുരിയാണെന്ന് അറിഞ്ഞല്ലോ. അവനെ വെച്ച് ഇവര് സോയയെ അവിടുന്ന് ഡൈവേർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ പ്രസന്റില് സോയ അവിടെ ഇരുന്ന് ഇങ്ങനെ നേരെ നോക്കുമ്പോ ദേ മുന്നില് ദൂരെ മാറി ഹാക്കുരി ഇങ്ങനെ നിന്ന് പതുങ്ങി നോക്കുന്നു. അവനെ കണ്ടതും ഹാക്കുരി മോനെ നീ എങ്ങോട്ടേക്കാടാ ഓടിപ്പോകുന്നതെന്നും പറഞ്ഞ് അവന്റെ പുറകെ നമ്മുടെ സോയ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ സോയ ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയത് നോക്കി ബാക്കി ടീമിലെ 3 പേര് നിൽക്കുമ്പോ നമ്മുടെ ഷിബ ടെലിപ്പോർട്ടായി അവിടെ എത്തിക്കഴിഞ്ഞു. പക്ഷെ പുള്ളിക്ക് ആ ഡോറ് കടന്ന് അകത്തേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. ഇതെങ്ങനെ തുറക്കുക എന്ന് ഇപ്പൊ പുള്ളി നൈസായിട്ട് ടോവിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മൈൻഡില് ഹാക്കുരിയോട് താങ്ക്സും പറയുന്നു. ഇപ്പൊ ആ പ്ലാൻ ചെയ്ത ടൈമില് ചിഹിരോ ഹാക്കുരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ മുകളിലേക്ക് ഓടി കയറി സോയയെ കുറച്ച് മുകളിലേക്ക് എത്തിച്ചാൽ മതി, എൻട്രൻസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഞാൻ പിന്നെ അവനെ നേരിട്ടോളാമെന്ന്. അപ്പൊ അതാണ് ഇവരുടെ ടീം വർക്ക്. അപ്പൊ എനിക്ക് തന്നിട്ടുള്ള പണി എനിക്ക് കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞ് ഹാക്കുരി മുകളിലേക്ക് ഓടുകയാണ്, അവന്റെ പുറകെ സോയയും. ഇപ്പോ താഴേക്ക് ഓടി വരുന്ന ചിഹിരോയെ അവൻ കാണുന്നുണ്ട്. ചിഹിരോയുടെ മുന്നിലായിട്ട് കുറച്ച് ഗാർഡ്സ് ഇങ്ങനെ നിപ്പുണ്ട്. ചിഹിരോ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, ഹാക്കുരി വാ എന്റെ നേരെ ഈ വഴി ഓടി വാന്ന്. പറഞ്ഞ സമയത്ത് തന്നെ ചിഹിരോ എൻട്രൻസ് കടന്ന് ഇവിടെ എത്തി. ഇവൻ കിടിലമാണെന്ന് ഇപ്പൊ ഹാക്കുരി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ ആ ഫ്രണ്ടിലെ ഗാർഡ്സിനെ ഒക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് ഗ്രൗണ്ടിൽ നിന്ന് എന്തോ ഇങ്ങനെ പൊങ്ങി മുകളിലേക്ക് വരുന്നു. നോക്കിക്കഴിഞ്ഞാൽ അത് ആ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബാരിയർ ആണ്, ഹിഷാക്കുവിന്റെ ടെക്നിക്ക്. സോ ആ ഗാർഡ്സിന്റെ കൂട്ടത്തിൽ ഏതോ ഹിഷാക്കു മന്ത്രവാദി ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും ചിഹിരോയെ ഇപ്പൊ ആ മരം കൊണ്ടുള്ള ഭിത്തി കൊണ്ട് മൂടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഡെഡ് എൻഡിൽ പോയി സ്റ്റോപ്പ് ആയി നിൽക്കുന്ന ഹാക്കുരിയെ ഇങ്ങനെ പിടിച്ചിട്ട് സോയ ചോദിക്കുന്നുണ്ട്, നീ എന്നെ കാണാൻ വേണ്ടിയല്ലേ മോനെ വന്നതെന്ന്. ചിഹിരോയ്ക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക എന്നാണ് ഹാക്കുരി ഇപ്പൊ ചിന്തിക്കുന്നത്. ആ മുന്നിലുണ്ടായിരുന്ന ഗാർഡ്സിനെയൊക്കെ പെട്ടെന്ന് ചിഹിരോ വെട്ടി താഴെ ഇട്ടതാണ്. പക്ഷെ അതിൽ ഒരാൾ കുറച്ച് സ്ട്രോങ്ങർ ആയിരുന്നു. അവനും ചിഹിരോയുമായിട്ടുള്ള ഒരു ഫൈറ്റ് കുറച്ച് ടഫ് ആയിരുന്നു എന്ന് ഹാക്കുരി ശ്രദ്ധിച്ചിരുന്നു. സോ ഇത് ആ മന്ത്രവാദിയുടെ പണിയായിരിക്കുമോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. ഷിബ ഇപ്പൊ ഹാക്കുരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ടൈമിന് നിനക്ക് ചിഹിരോയെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ തിരിച്ചോടി താഴേക്ക് വന്നേക്ക്, ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന്. സോ ഇപ്പൊ എന്റെ ടാസ്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരെന്നോട് അതിന്റെ ദേഷ്യം കാണിക്കില്ല. അത്രയ്ക്ക് നല്ല മനുഷ്യരാണ് അവരെന്ന് ഇപ്പൊ ഹാക്കുരി ചിന്തിക്കുന്നുണ്ട്. ഇപ്പോ ഹാക്കുരിയുടെ മനസ്സിലാണെങ്കിൽ അവന്റെ പണ്ടത്തെ പെറ്റായിട്ടുണ്ടായിരുന്ന പച്ചവെട്ടിലുണ്ടല്ലോ, അതിങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇതിൽ തോറ്റാലും അവര് നിന്നെ തള്ളി പറയില്ല. അത് അവരുടെ നല്ല മനസ്സ്. അവരുടെ ആ നല്ല മനസ്സിനെ മുതലെടുക്കുന്നത് ഒരുമാതിരി നാണം കെട്ട പരിപാടിയല്ലടാ പൊട്ട എന്നൊക്കെ. ഇത് ശരിക്കും ഹാക്കുരിയുടെ മനസാക്ഷി തന്നെയാണ്. അവനറിയാം അവൻ ഒരിക്കലും സോയയുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ ജയിക്കാൻ പറ്റില്ല. പക്ഷേ അവരെന്നെ വിശ്വസിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിടറ നാറി എന്നും പറഞ്ഞ് സോയയെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് സോയയ്ക്ക് നേരെ ഇസോ ടെക്നിക്ക് പ്രയോഗിക്കാൻ വേണ്ടി പോവാണ് ഹാക്കുരി. ആ കണ്ണിലാ ലെയറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ചിഹിരോയ്ക്ക് ആ ഫൈറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുകയാണ്. അതായത് 32 സെക്കൻഡ് മുമ്പിലുള്ള ഗാർഡ്സിനെയൊക്കെ മെയ് ഉപയോഗിച്ച് ലൈറ്റനിങ് സ്പീഡ് ചെന്നിട്ട് ചിഹിരോ വെട്ടി തള്ളുന്നുണ്ട്. പക്ഷെ അതിൽ ഒരുത്തൻ ചിഹിരോയുടെ അറ്റാക്ക് തടയുന്നു. ഇപ്പൊ ആ താഴേക്ക് വീണ വാള് പിടിച്ചെടുത്ത് അവനെ വീണ്ടും വെട്ടാനായിട്ട് ചിഹിരോ നോക്കുമ്പോ അവൻ കാലുകൊണ്ടൊരു കിക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഈ ബ്രോക്കായി പോയത് കൊണ്ട് തന്നെ ക്ലൗഡ് ഗൗജർ അത്രയ്ക്ക് പവർഫുൾ അല്ല എന്നീ മന്ത്രവാദി പറയുന്നുണ്ട്. ഇപ്പോ ചിഹിരോ പെട്ടെന്ന് എന്തോ ഒരു കാര്യം ശ്രദ്ധിച്ച് ഇങ്ങനെ സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ്. അതായത് ആ മന്ത്രവാദിയുടെ കയ്യിലുള്ള ഹിഷാക്കു സിമ്പൽ. പെട്ടെന്ന് അവന്റെ അച്ഛന്റെ മരണമൊക്കെ അവന്റെ മനസ്സിലേക്ക് വരുന്നു. ആ മരം കൊണ്ടുള്ള ആ ഒരു മതിൽ വന്ന് അവനെ മൂടുന്നു. സോ ഗൈസ്, അപ്പൊ ചിഹിരോ വേഴ്സസ് എ ഹിഷാക്കു മെമ്പർ അവിടെ വെച്ച് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ തീപ്പൊരി ഫൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. വലിയൊരു സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.